ഇവിടെ നിപ്പുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും സ്നേഹം തന്നെ. അമ്മാവൻ നമ്മളെയും കാത്തിരിക്കുന്ന കണ്ടില്ലേ? പിന്നെ ആ വടക്കേലെ ചെറുക്കിനെ ഒരു ബ്രാൻഡ് വാങ്ങാൻ അയച്ചിട്ട് മണിക്കൂർ 3 വല്ല വണ്ടിയും തട്ടി കുപ്പി പൊട്ടിപ്പോയാലോ പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. വല്ലതും കഴിച്ചോ? കഴിച്ചു, കാലത്ത് തൊട്ടേ കഴിച്ചുകൊണ്ടിരിക്കുക. എവിടേക്കാ? ബാക്കിയുള്ളവരുടെ മുഖത്ത് കരിവാരി തേച്ചിട്ട് എവിടേക്കാ കയറി വരണേ? അല്ല അമ്മാവ്, പ്രഭാകരൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മാവനോ? എന്റെ പെങ്ങളെ കെട്ടിയത് നിന്റെ തന്തയൊന്നും അല്ലല്ലോ, ആണോ? എങ്കിൽ മരുമകനെന്ന വാക്കിന്റെ അർത്ഥം ഇയാൾ അറിഞ്ഞേനെ. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഇത് എന്റെ വീടാണ്. ഇവൻ ഇവിടെ ഒരു സ്ഥാനവും. ആകെ ഉണ്ടായിരുന്ന 25 സെന്റ് ആ വേലക്കാരി പെണ്ണിന് വേണ്ടി വിറ്റ് തൊലച്ചപ്പോ ഉള്ളതും തീർന്നു. അമ്മാവൻ എന്താ കരുതിയത്? ഞാൻ ഇവരെയും കൂട്ടി അപേക്ഷിക്കാൻ വന്നതാണെന്നോ? എനിക്ക് വിലപ്പെട്ട ഒന്നിവിടെ ഉണ്ട്, അതെടുത്ത് തിരിച്ചു പോണം, അത്രേ കരുതിയിട്ടുള്ളൂ. രാമേഷ, ശരിയാ, ഈ വീടിന്റെ പ്രമാണം നിന്റെ പേരിൽ തന്നെയാണ്. അന്ന് വേറെ വഴിയില്ലാതിരുന്ന ഞങ്ങൾക്ക് നീ താമസിക്കാൻ സൗകര്യം അനുവദിച്ച് തന്നതാ. പക്ഷെ ഒന്നോർത്തോ, ഇവിടുത്തെ പറമ്പിലെ ഓരോ മരത്തിന്റെയും കടക്കില് എന്റെ മോന്റെയും ആ വേലക്കാരി പെണ്ണിന്റെയും വിയർപ്പിന്റെ ഉപ്പുണ്ടടാ. കൂട്ടിയും പെരുക്കിയും മാത്രം ജീവിതം കണക്കാക്കുമ്പോ ആ വിയർപ്പിന്റെ വില കൂടി ചേർക്കാൻ എന്റെ കൂടപ്പിറപ്പ് മറക്കരുത്. മഞ്ഞ നിറം പിടിച്ച് ഈ ഒരു ഫോട്ടോ മാത്രം എടുക്കുന്നു, വേറൊന്നുമില്ല. പിന്നെ വാടക കുടിശ്ശിയുടെ കാര്യം തന്നു തീർത്തോളാം. മര്യാദയുടെ ഭാഷയില് ആദ്യ ദിവസം തന്നെ ഇറങ്ങിത്തരാൻ പറഞ്ഞാലും ഞങ്ങൾ ഇവിടുന്ന് പോവായിരുന്നു. എനിക്ക് ചെറിയമാനോട് ദേഷ്യമൊന്നുമില്ല. കാൽക്കീഴിന്നെല്ലാം ചോർന്നു പോകുമ്പോ അവസാനത്തെ വക്കോൽ തുറുമ്പ് പിടിച്ചു നിർത്താനുള്ള മരണവെപ്രാളമാണെന്ന് എനിക്കറിയാം. എവിടെയായാലും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലേ നിനക്ക്? ഇന്നലെ സുരേഷ് 3-4 വാഴക്കന്ന് കൊണ്ടുവന്നു. എന്നിട്ട് അവനെവിടെ? ഇപ്പൊ വരും. അങ്ങാടി വരെ പോയതാ വെളിച്ചെണ്ണ മേടിക്കാൻ. ഇപ്പൊ നിന്നെ കണ്ട കുറെ കാലമായിട്ട് ഈ വീടും പറമ്പും നോക്കി നടത്തുന്ന ആളെ പോലെ ഉണ്ട്. ശരിക്കൊരു വീട്ടമ്മ. സുരേഷ് ഒരു പാവ. വീട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു പിടിയില്ല. എന്റെ കണ്ണെത്തിയില്ലെങ്കിൽ ഒക്കെ അവതാളത്തിലാ. ആ, പ്രഭേട്ടൻ കേറിയിരിക്കെ. സുരേഷുമായിട്ടുള്ള വിവാഹം നന്നായി ഇപ്പൊ തോന്നണില്ലേ? പറിച്ചു മാറ്റുന്ന ആദ്യത്തെ 1-2 ദിവസമേ ഏത് ചെടിക്കും ഒരു വാട്ടം ഉണ്ടാവും. പിന്നെ അതിന് പുതിയ മണ്ണാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇന്നലെ റേഷൻ കടയിൽ നിന്ന് വരുമ്പോ ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു. ചെറിയമ്മ വഴക്കൂടിയൻ ആ കുട്ടി എന്ത് പഴിച്ചു? മാത്രമല്ല, ഗാന്ധിജി പറഞ്ഞിട്ടുള്ളതേ എല്ലാരോടും ക്ഷമിക്കണമെന്ന് തന്നെയാ. ആ കുട്ടിക്ക് പ്രഭേട്ടനോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട്. എന്ത്? ആ കുട്ടിയുടെ മനസ്സില് പ്രഭേട്ടനോട് ഇഷ്ടമുണ്ട്. അവള് നിന്നോട് അങ്ങനെ എന്തെങ്കിലും സൂചിപ്പിച്ചോ? തുറന്നങ്ങടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഉള്ളിലൊരുട്ടം വെച്ചുകൊണ്ട് വർത്താനം പറയണ മനസ്സിലാക്കാണ്ടിരിക്കാൻ ഞാൻ പ്രഭേട്ടനെ പോലെ അത്ര പൊട്ടിയൊന്നും അല്ലല്ലോ. ഇതാരാണപ്പ നമ്മുടെ കുടിയിലേക്ക്? എപ്പോ വന്നു? ഇപ്പൊ വന്നുള്ളൂ. ഞാൻ ചായ എടുക്കാം. ഓ, അവള് വന്നപ്പോഴാ ഈ വീടിനൊരു തെളിച്ചായത്. പ്രഭേട്ടന് കിട്ടേണ്ട ലോട്ടറി ആയിരുന്നു, പക്ഷെ നറുക്ക് എനിക്കായി പോയി അല്ലേ? എനിക്ക് പ്രഭേട്ടനെ പോലെ ഒരാളാവാൻ പറ്റില്ല, എങ്കിലും ഒരു നല്ല ഭർത്താവാകാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ആദ്യ ദിവസം തന്നെ അവൾ എന്നോടെല്ലാം പറഞ്ഞത്. അവളെ എനിക്ക് ശരിക്കും ഇഷ്ടമായത് അപ്പോഴാ. ഞാൻ വന്നത് മറ്റൊരു കാര്യം സംസാരിക്കാനാ. നിന്റെ പ്രസ് ഇപ്പൊ എങ്ങനെയുണ്ട്? ആദ്യത്തേൽ ഉഷാറാ. ഒരു മിനി ഓഫ്സെറ്റ് കൂടെ അടുത്ത ആഴ്ച വരും. ബാങ്ക് ലോണാ. അപ്പൊ നിന്നുപോയ നമ്മുടെ പഴയ പത്രം വീണ്ടും തുടങ്ങാല്ലേ? തുടങ്ങണം. പണ്ടത്തെ പോലെ ആഴ്ചയിൽ 1 മതി. അംഗത്തിനിറങ്ങാൻ തീരുമാനിച്ചു അല്ലേ? ചെയ്യാത്ത കുറ്റത്തിന് മാഷ് അകത്ത് കിടക്കുമ്പോ ഞാൻ എങ്ങനെയാ പൊരുതാണ്ടിരിക്കുക? പേര്? ആ പഴയ പേര് തന്നെ.
സമസ്ത കേരളം PO. 12ാം വാർഡ് സംവരണ സീറ്റ്. അവിടുത്തെ മെമ്പർ രാധാമണി പണ്ട് മുതൽ എന്റെ ഒരു സിൽബന്തി എന്ന് വെച്ച് പഞ്ചായത്തിനോട് ടാർ ചെയ്ത വകയിൽ എനിക്ക് കിട്ടിയില്ല പ്രസിഡന്റ് മീറ്റിംഗിൽ വിളിച്ചു പറയാൻ പാടുണ്ടോ? അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ ചെത്തുകാരൻ കുട്ടപ്പനെ കെട്ടിക്കോന്നും പറഞ്ഞ് കൈയൊഴിഞ്ഞതല്ലേ, ആ ഓർമ്മ അവർക്ക് കാണും. അതൊക്കെ പറയണോ അന്നെ മകൾക്ക്? കൊച്ചു കൊള്ളം. ചിരിച്ചോ പൊട്ടന്മാര് തൃശ്ശൂർ പൂരം കണ്ടോലെ ചിരിച്ചോണ്ടിരുന്നോ? ഈ ചിരിയൊക്കെ പെട്ടെന്ന് കരച്ചിലാവും. കാര്യം എന്താന്ന് പറയണ ചാണ്ടി? സമസ്ത കേരളം PO. കണ്ണട എടുത്തില്ല. പ്രസിഡന്റ് ആവറാൻ 1 കോടി രൂപ തട്ടി. ഇതപ്പോ ഞാൻ പറഞ്ഞുതരാം. മേനോൻ സാറിന് മാലതി സിറ്റി പണിയാൻ കോൾപ്പാടം സ്വകാര്യ പറമ്പാണെന്ന് പഞ്ചായത്തിൽ നിന്ന് കള്ളരേഖ ഉണ്ടാക്കി ഇളയപ്പൻ 1 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന പത്രത്തില്. എന്റെ കർത്താവേ, കരാറിന്റെ പൂർണ്ണ രൂപവും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയുണ്ട്. ദാ എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ, ഈ കരാറകൻ അവനെ കിട്ടി. അത് മുത്തപ്പനോട് തന്നെ ചോദിച്ചാ മതി. കള്ളനോട്ട് കേസിൽ കുടിക്കേണ്ട കണക്ക് അവൻ ഈ രീതിയിലാണ് തീർക്കാൻ നോക്കുന്നതെങ്കിൽ അവൻ നമ്മളെ കൊണ്ടേ പോവും. ചാണ്ടി, ഇതറിഞ്ഞ പ്രതിപക്ഷം അലമ്പാക്കും. പ്രസിഡന്റ് ഒറ്റയ്ക്ക് വിഴുങ്ങിയെന്ന് കേൾക്കേണ്ട താമസം അപ്പ വരും അവിശ്വാസ പ്രമേയം വോട്ടെടുക്കും. പ്രിയപ്പെട്ട മെമ്പർമാരെ, ശ്രീ PK പ്രഭാകരൻ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിന്മേൽ നടന്ന വോട്ടെടുപ്പിൽ ബഹുമാനപ്പെട്ട കുരിശുപള്ളിക്കൽ അവറാൻ നയിക്കുന്ന ഭരണസമിതി പരാജയപ്പെട്ടിരിക്കുകയാണ്. ചാണ്ടി, ഇളയപ്പ, കാശ് വാങ്ങിയവരൊക്കെ കാലുമാറിയല്ലേ. ഇളയപ്പന് വേണ്ടി ജയ് വിളിച്ചവരും ജവിളി മുക്കി കാണിച്ചവരും ഒക്കെ അപ്പുറത്തേക്ക് ചാടി. വളരെ സംശുദ്ധമായ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് തോന്നൂർക്കര പഞ്ചായത്ത് നീങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ മിസ്റ്റർ അവറാച്ചന് യാതൊരുവിധ ധാർമ്മികമായ അവകാശവുമില്ല. അതിനാൽ എത്രയും പെട്ടെന്ന് ഈ സ്ഥാനമൊഴിയാൻ ഈ യോഗം ആവശ്യപ്പെടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പടിയിറങ്ങൂ, പടിയിറങ്ങൂ, അഴിമതി വീര പടിയിറങ്ങൂ, പടിയിറങ്ങൂ, പിണ്ടം വെച്ച് പടിയിറങ്ങൂ. ബഹളം വെക്കരുത്, ദയവ് ചെയ്ത് നിർത്തൂ. എന്റെ പാർട്ടിക്കാര് തന്നെ എന്നെ പുറകിൽ നിന്ന് കുത്തി. കുഴപ്പമില്ല, ഞാൻ രാജിവെച്ചോളാം. പക്ഷെ ഒന്നോർത്തോ, ഈ തോന്നൂർക്കരയിൽ ഞാൻ നടത്തിയ വികസനം നിങ്ങളിൽ പലരുടെയും പോക്കറ്റ് വീർപ്പിച്ചിട്ടുണ്ട്. അത് മറക്കണ്ട. തിന്ന ചോറിന് നന്ദിയില്ലാതെ ഇപ്പൊ എന്റെ നേർക്ക് കൂന്ന് ഈ കൂമന്മാരൊക്കെ എന്റെ വീടിന്റെ ഉമ്മർത്ത് വന്ന് നിന്ന് വല്ലതും താന്ന് കരയും. ചെവിക്കുന്നുള്ളിക്കോ. അടുത്ത തവണ ഞാൻ മെമ്പറാവുന്നു മാത്രമല്ല പ്രസിഡന്റും ആവും. അതിനെന്ത് വേണമെന്ന് ഈ അവറാച്ചൻ നന്നായിട്ടറിയാം. അധികാരത്തിൽ തിരിച്ചു വരും മതിയടാ. ഇതൊക്കെ TV-യിൽ ഇന്ന് തന്നെ കാണിച്ചാൽ മതിയായിരുന്നു. അവറാച്ചോയ്, ജയിലിൽ കിടക്കുന്ന ഗംഗാരമാഷ് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരാളാ ആധാരം എഴുതുന്ന രമേശൻ. കരാറിന്റെ കോപ്പിയുടെ രൂപത്തില് അവനൊരു ഗുരുദക്ഷിണ കൊടുത്തു മാഷക്ക്. അത് ഇത്ര ഇമ്മീഡിയറ്റ് റിസൾട്ട് ഉണ്ടാക്കുമെന്ന് അവൻ പോലും വിചാരിച്ചു കാണില്ല. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇതെന്തിനാ? ഒരാശംസയാ മെമ്പറെ. തോന്നൂർക്കര പഞ്ചായത്തിന്റെ അടുത്ത പ്രസിഡന്റ് അല്ലേ? ഫസ്റ്റ് കൺഗ്രാചുലേറ്റ് ചെയ്ത ആളെന്ന ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ എന്ന് കരുതി. ആര് പറഞ്ഞു ഈ വിഡ്ഢിത്തം? എന്റെ അച്ഛൻ. ഇന്നലെ പ്രഭേട്ടന്റെ പത്രം കണ്ടതിന് ശേഷം പുള്ളിക്കാരൻ ഇരി പൊറച്ചിട്ടില്ല. നാട്ടുകാരുടെ മുമ്പിൽ പ്രഭേട്ടൻ ജയിച്ചു എന്ന് കേട്ടപ്പോ എന്താ മൂപ്പരുടെ ഒരു വെപ്രാളം. പഞ്ചായത്ത് ആകെ ഇളകി മറിഞ്ഞൊന്നും കൂടി കേട്ടപ്പോ ശരിക്കും ഹാലിളകിയ മട്ടായി. ആ സമയത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നേനെ. ഇങ്ങോട്ട് വരുമ്പോ പ്രഭാകരൻ എന്ന ആളെ കുറിച്ചുണ്ടായിരുന്ന പിക്ചർ അല്ല ഇപ്പൊ മനസ്സില്. എക്സാക്ട്ലി. ഒരുപാട് നിറങ്ങളുള്ള ഒരു നല്ല ചിത്രം കാണുന്നത് പോലെ. അപ്പോ ഞാൻ പോയിക്കോട്ടെ? പോട്ടെ. ആ, എനിക്കിനി ഇടയ്ക്ക് വീട്ടിലേക്ക് ധൈര്യമായിട്ട് വരാലോ അല്ലേ? അവള് പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായടാ? ഇടക്ക് വരാന്ന് സുശീല പറഞ്ഞ അതിലൊരർത്ഥം ഉണ്ടാവും, ഇതിലെന്തായാലും ആ അർത്ഥം ഉണ്ടാവില്ല. രാധ എന്നോടൊന്ന് സൂചിപ്പിച്ചതാ. ഇപ്പൊ എനിക്ക് ഉറപ്പായി.
അവൾക്ക് എന്നോട് ശരിക്കും ഇഷ്ട. പ്രവേട്ടനേക്കാൾ എത്ര വയസ്സ് താഴെ ആ കുട്ടി എന്നുള്ളത് അറിയാവും. അതിനെന്താ, മഹാത്മാഗാന്ധി കല്യാണം കഴിക്കുമ്പോ കസ്തൂർബയ്ക്ക് വെറും 13 വയസ്സേ ഉണ്ടായിരുന്നു. പക്ഷെ ഗാന്ധിജിക്ക് നിന്നെ പോലെ 40 അല്ലായിരുന്നു പ്രായം. ഒരു പെണ്ണിന് ഒരാണിനോട് ഇഷ്ടം തോന്നുമ്പോ പന്തിതാ ഇങ്ങനെ കയ്യിൽ തന്നിട്ടൊരു പോക്ക. പിന്നെ ഗോള് നമ്മൾ അടിക്കണം. എന്തേ ഗോളൊക്കെ അടിച്ചു ഓഫ് സൈഡ് ആവാതെ നോക്കിയാ റഫറിക്ക് പണിയില്ല, അത് തീരും.